നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയലക്സ് ഇവോ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു റൂം പ്ലാനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഡയലക്സ് ഇവോയുടെ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് റൂം പ്ലാനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂം പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പേസ് ഡിഫോൾട്ട് ആയിട്ട് ഓഫീസ് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ഓഫീസ് തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറ്റ് 3 മീറ്റർ കൊടുക്കുക. അതുപോലെ തന്നെ വാൾ തിക്നെസ് 2 കൊടുക്കുക. ഇവിടെ ഓഫീസ് എന്നുള്ള പ്രീസെറ്റ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അഥവാ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് റൂമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ വരുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. നമ്മുടെ റൂമിന്റെ സൈസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോ ന്യൂ റൂം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 4 മീറ്റർ ലെങ്തും 3 മീറ്റർ വിത്തും ഉള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഐബോൾ ചെയ്ത് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് പോളിഗൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ റൂമിന്റെ സൈസ് നിങ്ങൾക്ക് അഥവാ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സ് ആക്സിസിൽ എത്രയുണ്ട്, വൈ ആക്സിസിൽ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് റൂമിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് എക്സ് ആക്സിസിലെ സൈസും വൈ ആക്സിസിലെ സൈസും ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂമിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അഥവാ ലെങ്തിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഒരു ആംഗിൾ ചേഞ്ച് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് ബെറ്റർ. റൂമിന്റെ സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൂമിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അപ്പർച്ചേഴ്സ് വെക്കേണ്ടതാണ്. അപ്പർച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനൊരു ഡോറും ഒരു വിൻഡോയും മാത്രമേ വെക്കുന്നുള്ളൂ. സെലക്റ്റിൽ പോവുക, ഡോർ സെലക്ട് ചെയ്യുക, ഡ്രോ ന്യൂ അപ്പർച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒരു 2 പോയിന്റ് ഡ്രാഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഞാനിത് വരച്ചതിന് ശേഷം ഈ അപ്പർച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വിത്ത് കാണുന്നത്, വിത്ത് എനിക്ക് 1 മീറ്റർ ആണ് വേണ്ടത്. ഞാൻ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തു. എനിക്ക് 1 മീറ്റർ വിത്ത് ഉള്ള ഒരു ഡോർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെലക്റ്റിൽ പോവുക, ഞാനൊരു വിൻഡോ സെലക്ട് ചെയ്യാണ്. ഒരു 3 പാളി വിൻഡോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്രോ ന്യൂ അപ്പർച്ചർ കൊടുക്കുക. എവിടെയാണോ വിൻഡോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്സ് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം വിത്ത് കൊടുക്കാനായിട്ട് വിൻഡോ സെലക്ട് ചെയ്ത് വിത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 1.5 ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സിൽ ഹൈറ്റ്, അതുപോലെ തന്നെ വിൻഡോയുടെ ഹൈറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വിൻഡോയുടെ ഹൈറ്റും സിൽ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിൻഡോ ഒരുപാട് ഹൈറ്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ചുകൂടി താക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സിൽ സെലക്ട് ചെയ്ത് സിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാം. ഡോർ ആയാലും നമുക്കിപ്പം എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോറിന്റെ വിൻഡോയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ പ്ലാൻ വ്യൂയിലേക്ക് പോവാണ്. പ്ലാൻ വ്യൂയിൽ ചെന്നതിന് ശേഷം ഇനി നമുക്ക് ഈ റൂമിനകത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സ് ആണ്. ഫർണിച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫർണിച്ചറിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം സെലക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഈ ഓൾറെഡി യൂസ് ചെയ്ത ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഫർണിച്ചേഴ്സ് അതുപോലുള്ള സാധനങ്ങളാണ്. നമുക്ക് പുതിയ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് മോർ ഒബ്ജക്ട്സിൽ പോവാം. നമുക്കിവിടെ പലതരം ഓഫീസ്, ഹോം അങ്ങനെ പലതരം ഫർണിച്ചേഴ്സ് അവൈലബിൾ ആണ്. ഓഫീസ് ഫർണിച്ചർ എടുത്തു. എനിക്ക് വേണ്ടത് ഒരു ഷെൽഫാണ്. ആ ഷെൽഫ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് പ്ലേസ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് കൊടുക്കുക. എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തോളൂ. നമുക്ക് പിന്നീട് നമുക്ക് ഇവിടെ മൂവ് ടൂൾ ഉണ്ട്, റൊട്ടേറ്റ് ടൂൾ ഉണ്ട്, അതുപോലെ സ്കെയിൽ ടൂൾ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണോ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് മൂവ് ടൂൾ എടുത്തു. ഈ ഒരു കോർണറിലായിട്ടാണ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തു.
ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കാം. ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷെൽഫ് അവിടെ വന്നിട്ട് കാണുന്നതാണ്. നമുക്ക് വീണ്ടും പ്ലാൻ വ്യൂയിലേക്ക് പോവാണ്. നമുക്കിനി ഒരു ടേബിൾ ആണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ സെലക്ട് ചെയ്യുന്നു. ഒരു നോർമൽ ടേബിൾ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്ലേസ് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് എവിടെയാണോ ടേബിൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചു. ഇനി എനിക്ക് ഇതിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയർ ആണ് സെലക്ട് ചെയ്യുന്നത്. ചെയർസ് എടുത്തു. അതിന് നമുക്ക് സിമ്പിൾ ചെയർ സെലക്ട് ചെയ്തു. ഈ ഒരു ചെയർ പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ലൈൻ അറേഞ്ച്മെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ലൈൻ അറേഞ്ച്മെന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഈ ഒരു ലൈനിനകത്ത് എത്ര ചെയർ വേണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. 2 ചെയർസ് ആണ് കൊടുക്കുന്നത്. 2 ചെയർസ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 3D വ്യൂ ഒന്ന് നോക്കാം. 2 ചെയർസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷെൽഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് മെറ്റീരിയൽസ് ആണ്. ഇവിടെ മെറ്റീരിയലിന്റെ ടാബ് ഉണ്ട്. മെറ്റീരിയൽ ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ടിൽ പോയി കഴിഞ്ഞാൽ കാറ്റലോഗ്സ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ കാറ്റലോഗ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പം ഫ്ലോർ ടൈല് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഡോറിൽ പോവാം. ഫ്ലോർ സെലക്ട് ചെയ്യുക. ഫ്ലോറിൽ ഇപ്പം ടൈൽ ഉണ്ട്, വുഡ് ഉണ്ട്, ലിനോളിയം ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്. വുഡ് സെലക്ട് ചെയ്യാണ്. പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ടോപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുശേഷം ഞാനിപ്പം വീണ്ടും ഇൻഡോറിൽ പോയി ഫർണിച്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഫർണിച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ലൈറ്റ് ഓക്കാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ടോപ്പ് ചെയ്താൽ മാത്രം മതി. ഞാൻ ചെയറിനും സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് വാൾസിന് കളർ കൊടുക്കാവുന്നതാണ്, പെയിന്റ് കൊടുക്കാവുന്നതാണ്. സെലക്ടിൽ പോവുക, കളർ കാറ്റലോഗ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് താല്പര്യമുള്ള ഏത് കളറാണ് അതിനനുസരിച്ച് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. കളർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതും ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ആ ഒരു റൂമിന് ഫുൾ ആയിട്ടാണ് അപ്ലൈ ആവുന്നത്. സപ്പോസ് എനിക്കൊരു വാളിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ വേറൊരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ മെറ്റീരിയൽ കൊടുക്കുക. ജസ്റ്റ് ഏത് മതിലാണോ വേണ്ടത് അവിടെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്സ് ആണ്. അപ്പൊ ലൈറ്റ്സ് കൊടുക്കാനായിട്ട് ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സെലക്ടിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് കാറ്റലോഗ്സ് യൂസ് ചെയ്തിട്ട് ലൈറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് കാറ്റലോഗ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൂം സെർച്ചിൽ പോയിട്ട് ലൈറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതിലേക്ക് ഇൻഡെപ്ത് കിടക്കുന്നില്ല. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാം പ്രീവിയസ്ലി യൂസ് ചെയ്ത ലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ ലൈറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പ്ലാൻ വ്യൂവിൽ പോയിട്ടുണ്ട്. പ്ലാൻ വ്യൂവിൽ പോയി നമുക്ക് ഡ്രോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനൊരു ഫസ്റ്റ് കോർണർ പോയിന്റ് കൊടുത്തു. സെക്കൻഡ് കോർണർ പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം
മൂന്നാമതൊരു കോണിൽ പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്സ് പ്ലേസ് ആവുന്നത് കാണാം. അതിനുശേഷം നമ്പർ ഓഫ് ലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ എത്ര നമ്പർ വേണം, വൈ ആക്സിസിൽ എത്ര വേണം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 4 LEDs ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 2ഉം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് 3Dയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ്സ് പ്ലേസ്ഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. ഇനി ഇതിന്റെ ഒരു റെൻഡറിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെൻഡറിങ് ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റെൻഡേർഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂവിൽ നമുക്ക് ആ ഒരു റൂമിന്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വൈറ്റ് ബാലൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ടു മാനുവൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കെൽവിൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ റെൻഡറിങ് നമുക്ക് കുറച്ചും കൂടി റെഡിഷ് ആയിട്ട് കാണാവുന്നതാണ്. റെൻഡറിങ്ങിൽ കെൽവിൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കുറച്ചും കൂടി ബ്ലൂ ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂം പ്ലാനിങ് ഡയലക്സിൽ ചെയ്യുന്ന രീതി. ഇത് നമ്മളിപ്പം കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമേ പ്ലേസ് ചെയ്യത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചേഴ്സും പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഈ റൂം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.